ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് വരും എന്ന് എത്ര നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്തിനേറെ പറയുന്നു, ചില ക്രൈസ്തവർ പോലും സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കർത്താവ് വരുമെന്നുള്ള പ്രത്യാശ എന്തിനേറെ പറയുന്നു, ചില ക്രിസ്ത്യാനികൾക്ക് പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷത എവിടെ എന്ന് ചോദിക്കുന്ന ചില പരിഹാസികൾ അന്ത്യകാലത്തുണ്ടാകും. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് വരുവാൻ താമസിക്കത്തില്ല. നമുക്കാണ് താമസമെന്ന് തോന്നുന്നത്. എല്ലാറ്റിനും തക്ക സമയം ഉണ്ട്. അതായത് തക്ക സമയത്ത് തൻ്റെ പ്രത്യക്ഷത വരുത്തുമെന്നാണ് വചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അതായത് ദൈവത്തിനൊരു സമയമുണ്ട്. ചിലർ കൂടെ മാനസാന്തരപ്പെടാൻ, ചിലരുകൂടെ ഈ ഒരു കൃപയിലേക്ക് വരാൻ ഒക്കെ അവിടുന്ന് കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു 15-20 വർഷം മുമ്പ് കർത്താവ് വന്നിരുന്നെങ്കിൽ നമ്മളിൽ പലരും ഉണ്ടാകത്തില്ലായിരുന്നു. ഇതുപോലെ ഇനിയും എത്രയോ ആളുകൾ കർത്താവിനെ അറിയാനുണ്ട്. നിത്യതയ്ക്ക് വേണ്ടി അതേ ഒരുക്കപ്പെടാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ സമയം താമസിക്കുന്നത്. പക്ഷെ എന്നും താമസിക്കില്ല, അത് വരും. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ നിന്നാണ്. അതിൻ്റെ അകത്തെ ചില ആത്മീക ചിന്തകൾ നമുക്ക് ലഭ്യമായി തീരട്ടെ. ഈ ഒരു വചന പഠനം നമുക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ തുടർമാനമായി നടക്കുന്ന ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു അധ്യായമാണ്. കാരണം 11-നും 9-നും ഇടയിലുള്ള ഒരു അധ്യായമാണല്ലോ ഈ 10-ാം അധ്യായം. അവിടെ എഴുതിയിരിക്കുന്നത് ബലവാനായ ഒരു ദൂതനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ ബലവാനായ ദൂതൻ ആകാശത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ. ആരാണ് ഈ ദൂതനെന്നും എന്താണ് പ്രഖ്യാപനമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് വളരെ വേഗത്തിൽ ചിന്തിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഒരു ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. സത്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ആ കാഹളധ്വനികളെ കുറിച്ച്. അതായത് 7 മുദ്രകൾ, 7 കാഹളം, 7 ക്രോധ കലശങ്ങൾ, ഈ കാര്യങ്ങളാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്തുള്ളത്. അപ്പോൾ 6-ാം കാഹളധ്വനിക്കും 7-ാം കാഹളധ്വനിക്കും ഇടയിലുള്ള ചില സംഭവങ്ങളാണ് 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 7-ാം കാഹളം ധ്വനിക്കുന്നത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 10 വാക്യത്തിന് ശേഷമുള്ള ഭാഗങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്താണ്? തുറക്കപ്പെട്ട പുസ്തകവുമായി ബലവാനായ ഒരു ദൂതനെ നമ്മൾ കാണുകയാണ്. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ദൂതന്റെ പ്രത്യേകത. 1, മേഘമുടുത്തിരിക്കുന്നു, തലയിൽ ആകാശവില്ല് ധരിച്ചിരിക്കുന്നു. 3, ഈ ദൂതന്റെ മുഖത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സൂര്യനെ പോലെ പ്രകാശിതമായ മുഖമാണ് ഈ ദൂതനുള്ളത്. 4-മത്തേത് ദൂതന്റെ കാലിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത് തീത്തൂണ് പോലെയുള്ള കാലാണ് എന്നാണ്. പിന്നീട് ഈ ദൂതന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു. അവന്റെ വലങ്കാൽ സമുദ്രത്തിന് മേലും ഇടങ്കാൽ ഭൂമിയുടെ മേലും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അടുത്തത്, ഈ ദൂതന്റെ ശബ്ദം എന്ന് പറയുന്നത് സിംഹം അലറുന്നത് പോലെയുള്ള അത്യുച്ചത്തിലുള്ള ശബ്ദമാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ അത്യുച്ചത്തിൽ ആർക്കുമ്പോൾ 7 ഇടിനാദം മുഴക്കി. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നിട്ട് പറയുകയാണ്, ഇടിമുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഈ ബലവാനായ ദൂതൻ ആരാണ്? നമുക്കറിയാം, ദൈവദൂതന്മാരെല്ലാം ശക്തിയേറിയവരാണ്. ദൈവദൂതന്മാരുടെ ശക്തിയെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ സംഹരിക്കാൻ ശക്തിയേറിയ ദൂതന്മാരാണ് ദൈവദൂതന്മാരെല്ലാം. പക്ഷെ ഇവിടെ ഈ ഒരു ദൂതനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ മറ്റുള്ള ദൂതന്മാരിൽ നിന്നും
വ്യത്യസ്തത നമുക്ക് ഇവിടെ ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവദൂതന്മാരിൽ തന്നെ വ്യത്യസ്തതയുള്ളവരുണ്ടെങ്കിലും ഈ ഒരു വിവരണങ്ങൾ പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു വിവരണം നമുക്ക് മറ്റു ദൂതന്മാരിൽ കാണാനായിട്ട് പറ്റുന്നില്ല. ആരാണ് ഈ ദൂതൻ? ഈ ദൂതനെ കുറിച്ച് നല്ല പങ്ക് വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്, അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഈ ദൂതൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ എഴുതിയിട്ടില്ല. ഇതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒന്ന് കാണുന്നത് ഈ ദൂതൻ മേഘം ഉടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ള ഒരു സ്ഥലത്തും ദൈവദൂതന്മാർ മേഘം ഉടുത്തതായിട്ട് അങ്ങനെ ഒന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് മേഘത്തിൽ വരും എന്ന് നമുക്കറിയാം. അടുത്തത് കർത്താവ് മേഘത്തെ തന്റെ തേരാക്കുന്നു, സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു സാധാരണ ദൂതന്മാരല്ല, ഇത് കർത്താവ് തന്നെയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ദൂതന്റെ തലയിൽ ആകാശവില്ല് ധരിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. ഇങ്ങനെ വില്ല് ധരിച്ച ദൂതന്മാരെയും നമ്മൾ അങ്ങനെ കാണുന്നില്ല. ഈ വില്ല് ദൈവസിംഹാസനത്തിന് ചുറ്റുമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്തത്, ഈ ദൂതന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. നമുക്കറിയാം, മറുരൂപ മലയിൽ കർത്താവിന്റെ മുഖം സൂര്യനെ പോലെയാണ് പ്രകാശിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദമസ്കോസിന്റെ പടിവാതിക്കൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം പ്രകാശിച്ചു എന്ന് നമ്മൾ കാണുന്നു. കർത്താവ് തന്നോട് സംസാരിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഈ മുഖവും ഈ അപ്പിയറൻസും ഒക്കെ കാണുമ്പോൾ ഇത് സാധാരണ ഒരു ദൂതനല്ല, ഇത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്നുള്ളതാണ്. അടുത്തത്, ശബ്ദം എന്ന് പറയുന്നത് അലറുന്ന സിംഹം പോലെയാണ്. അലറുന്ന സിംഹം. ഈ അലറുന്ന സിംഹം ആരാണ്? യഹൂദാ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അടുത്തത്, ഈ ദൂതന്റെ കാലെന്ന് പറയുന്നത് തീത്തൂണ് പോലെയുള്ള കാല് എന്ന് നമ്മൾ ഇവിടെ കാണുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു, കർത്താവിന്റെ ആ ഒരു പ്രത്യക്ഷതയിൽ അല്ലെങ്കിൽ ആ ഒരു തേജോന്മയനായ കർത്താവിനെ നമ്മളവിടെ കാണുമ്പോൾ അവിടെ തൻ്റെ കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത്, അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദൂതൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം നമുക്കുണ്ടാകും. ഇത് കർത്താവ് ഇങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഇത് മറ്റൊരു വരവായിരിക്കില്ലേ എന്ന് നമുക്ക് തോന്നും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, കർത്താവ് ഇവിടെ ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? ഒരു പ്രഖ്യാപനം നടത്താനായിട്ടാണ്. അത് അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്ത് പ്രഖ്യാപനമാണ് അവിടെ നടത്തുന്നത് എന്ന്. ഓക്കെ, ഇനി അടുത്തത്, ഈ ദൂതന്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, തുറന്നിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ഏതാണ്? ഈ പുസ്തകം സത്യത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു 7 മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം അകത്തും പുറത്തും എഴുത്തുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഈ പുസ്തകം സകല പ്രപഞ്ചത്തിന്റെയും വീണ്ടെടുപ്പിന്റെ ആധാരപത്രമാണ്. ഈ പുസ്തകം തുറക്കാൻ, മുദ്ര പൊട്ടിക്കാൻ ആരും യോഗ്യനല്ലായിരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയെ അല്ലെങ്കിൽ ഇതിനെ ന്യായം വിധിച്ച്, നീതിയോടെ വിധിച്ച്, വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം കീഴടക്കി രാജ്യം പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ ഇത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നല്ലോ. അപ്പം ഇവിടെ ആ ഒരു തുറന്ന പുസ്തകവുമായി നിൽക്കുമ്പോൾ തീർച്ചയായും ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം, ഇതാ സിംഹാസനത്തിൽ ഇരുന്നവന്റെ കയ്യിലുള്ള പുസ്തകം തന്നെയാണ്. കാരണം 5-ാം അധ്യായത്തിൽ നമ്മൾ ആ പുസ്തകം കാണുന്നു, മുദ്ര പൊട്ടിക്കുന്നു എന്നൊക്കെ കാണുന്നു. പിന്നീട് നമ്മൾ ആ പുസ്തകം കാണുന്നില്ല. അപ്പം സ്വാഭാവികമായി നമുക്കൊരു സംശയം ഉണ്ടാകും, എവിടെയാണ് ഈ പുസ്തകം എന്നുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആ പുസ്തകവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പുസ്തകവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? കാരണം അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ അല്ലെങ്കിൽ ആ ദൂതൻ പറയുന്ന വാക്കുകളാണ്. എന്താണെന്നറിയാമോ? 6-ാമത്തെ വാക്യം, ഇനി കാലം ഉണ്ടാക്കുകയില്ല. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, സമുദ്രത്തിന് മേലും ഭൂമിയുടെ മേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലം കൈ ആകാശത്തിലേക്ക് ഉയർത്തി സത്യം ചെയ്തു, ഇനി കാലം ഉണ്ടാകുകയില്ല.
ഈ ഇനിയും കാലം ഉണ്ടാകുകയില്ല എന്നുള്ള ഈ ഒരു വാചകത്തിന്റെ യഥാർത്ഥമായ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇനിയും താമസം ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി, യുഗായുഗങ്ങളായി ദൈവഭക്തന്മാർ കാത്തിരുന്നത് ഈ ഒരു കാലത്തിന് വേണ്ടിയാണ്. അതായത് നീതിപൂർവമായ ദൈവിക ഭരണത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അതെ, അതതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ആകാംക്ഷയോടെ അതെ കാത്തിരിക്കുന്ന ആ ഒരു ദൈവരാജ്യത്തിൻ്റെ ആക്ഷരികമായ സ്ഥാപനത്തിൻ്റെ ദിവസങ്ങൾ അതെ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രത്യാശയോടെ, ധൈര്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നാം നിത്യതയിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കർത്താവിനോട് കൂടെ ആയിരിക്കും. അവിടുന്ന് സ്ഥാപിക്കാൻ പോകുന്ന ആ ഒരു രാജ്യമാണ് ദൈവത്തിന് സ്തോത്രം, ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇനിയും എത്ര കാലം അതെ കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. താമസമെന്ന് നമുക്ക് തോന്നാം, പക്ഷേ താമസിക്കുകയില്ല. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനിയും ഈ പുസ്തകത്തെക്കുറിച്ച് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, 5-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അഞ്ചാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം, അതായത് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കൈയിലുള്ള പുസ്തകത്തിനും ഇവിടെ ആകാശത്തിലും അതെ നിൽക്കുന്ന ഭൂമിയുടെ മേലും സമുദ്രത്തിന് മേലും കാലുകൾ വെച്ച ഈ ബലവാനായ ദൂതന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിനും ഉപയോഗിച്ചിരിക്കുന്ന ഒരൊറ്റ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ബിബ്ലിയോൺ എന്ന് പറയുന്ന പദമാണ്. ബിബ്ലിയോൺ. അപ്പം ഈ രണ്ടിടത്തും ഒരേ പദം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പുസ്തകം ഒരൊറ്റ പുസ്തകമാണെന്ന് നമുക്ക് കാണാനായിട്ട് അതെ കഴിയുകയാണ്. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഔപചാരികമായി അവകാശഭൂമി കൈവശപ്പെടുത്തുവാൻ കർത്താവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ്? ഔദ്യോഗികമായി, ഔപചാരികമായി ഈ ഒരു അവകാശ ഭൂമി കൈവശപ്പെടുത്തുവാൻ കർത്താവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ ചിന്തിക്കുന്നതിൽ അതെ തെറ്റില്ല. ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. 7 ഇടിനാദത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്താണ് 7 ഇടിനാദം? ബലവാനായ ദൂതൻ സിംഹം പോലെ അലറുമ്പോൾ 7 ഇടിനാദം അവിടെ മുഴക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, ഈ ഒരു ഔപചാരികമായ ദൈവരാജ്യത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അതെ പൂർണ്ണതയുടെ നിദാനമായ 7 ഇടി മുഴക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ചിന്തിക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ മുദ്രയിടാനായിട്ട് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. അത് മുദ്രയിട്ടേക്കുക എന്നവിടെ എഴുതിയിട്ടുണ്ട്. പോകട്ടെ, ഇത്രയും കാലം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ ഈ ഭാഗം, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 8-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിൽ ഒരു ഗ്രന്ഥബോധനമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.